നമ്മളെന്താ പറയുക, നമ്മൾ പടച്ചോനെ ഒരു തിജ്ജിലിടുന്ന പടച്ചോനായിട്ടാണ് കണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിലേ ബാപ്പാര് കുട്ടിയുടെ തരാ നിസ്കരിച്ചില്ലടാ, നിസ്കരിച്ചില്ല തിജ്ജിലിടും, അത് കാട്ടിയാൽ തിജ്ജിലിടും, ഇത് കാട്ടിയാൽ തിജ്ജിലിടും. ഫുൾ തിജ്ജാണ്. പടച്ചോൻ എന്ന് പറഞ്ഞാൽ തിജ്ജിലിടുന്ന ഒരാൾ ഒരു തിജ്ജിൻ്റെ അടുത്ത് ഇങ്ങനെ കുത്തിരിക്കുക, വലിയൊരു തീക്കുണ്ടായിട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ പടച്ചോൻ കുത്തിരിക്കുക, എല്ലാവരും പിടിച്ച് തിജ്ജിലിടുക. ഈ ക്രിസ്ത്യാനികൾ പറയണ പോലെ ദൈവം സ്നേഹമാണ്, അങ്ങനെ ഒരു പടച്ചോണ്ട്. റഹ്മാൻ, റഹീം, വദൂദ്, അള്ളാന്റെ എത്ര സ്നേഹത്തിന്റെ പേരുകളുണ്ട്. ഇതൊന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂല. പിന്നെ ചില ആൾക്കാരൊക്കെ കുറച്ച് മതബോധമുള്ള ആൾക്കാരെ കുട്ടികളൊക്കെ പൊതുവേ കുറച്ച് തലതിരിഞ്ഞിട്ടേ കാരണം എത്ര പറഞ്ഞാലും കേൾക്കൂല. നമുക്ക് നല്ല ആഗ്രഹമുണ്ട്, ഇപ്പൊ ഒന്ന് ഹാഫിളാണം, ഇപ്പം അങ്ങനെ ഇമാം വെക്കണം, ഇപ്പം അങ്ങനെ ഖുർആൻ മുഴുവൻ ഓതണം, ഹദീസൊക്കെ പഠിച്ചണം, ഇപ്പോൾ വലിയൊരു പണ്ഡിതനാണ്. ഓന് നിസ്കരിച്ചാൽ പറഞ്ഞാൽ തന്നെ കേൾക്കൂല. അതെന്തേ? നമ്മളെ ടോൺ എങ്ങനെയാണ്? നിസ്കരിച്ചടാ. ചില ആൾക്കാരൊക്കെ എന്താ അറിയോ, നിസ്കരിച്ചുമ്പോൾ വിളിച്ചൂല. നാളെ ഒരു ഉമ്മ വന്നിട്ട് പറയാണ്, വാപ്പ നല്ല മേട്ടാണ്. അപ്പം എന്താ അത്ര ഇയാളെ പണി അറിയോ? ഇയാൾ നിസ്കരിച്ചാൽ പോകുമ്പോൾ കുട്ടീനെ വിളിച്ചില്ല, ഇയാൾ ഞാൻ നോക്കി വെക്കുമ്പോൾ പോകുന്നുണ്ടോ അല്ലേ. എന്നിട്ട് ഇയാൾ പോയി നിസ്കരിച്ച് വന്നിട്ട് ഒറ്റ മേട്ട ബാക്ക് കൊടുത്തിട്ട് ഒറ്റ കുത്തണം കിട്ടും. എത്താ ചങ്ങായിമാരേത്? ആ പോകുമ്പോൾ ഒന്ന് വിളിച്ചു കൊണ്ടേയാ പോരും ഈ ചങ്ങായി. ചില കുട്ടികൾ എന്താ വെച്ചാൽ ഈ മൊബൈൽ ഫോണുമ്പോൾ ഗെയിം കളിച്ചുന്ന കുട്ടികൾ വിളിച്ചാൽ അപ്പം പോരൂല. അത് ഫോണിൻ്റെ കുഴപ്പം, കുട്ടികളെ കുഴപ്പമല്ല. അപ്പം അതിനെന്താ വെച്ചാൽ കുറച്ചും കൂടി നാക്കെടുക്കണം. ഒരു 12 മണിയാവുമ്പോൾ പറയാം, നോക്കാം ബാപ്പ 12:30 ബാങ്ക് കൊടുത്താൽ ഇറങ്ങും. അപ്പോൾ കുട്ടിയും ബാപ്പാൻ്റെ ഒപ്പം പോരണം. അപ്പോൾ 12:30 നമ്മൾ ഈ ഇടപാട് നിർത്തും, മൊബൈൽ നിർത്തിയേക്കും. അത് പറഞ്ഞു നോക്കി, 12:25 നിർത്തിയേക്കും. ഇതൊന്നും പറയില്ല. നേരെ മൂപ്പര് ഒന്നുണ്ടാക്കിയിട്ട് മൂപ്പർക്കേ നേരം ഉണ്ടാവില്ല. അപ്പം വന്നിട്ട് നിസ്കരിച്ചാൻ പോരില്ലേ, ഓപ്പാ ഫോണും വന്നാലേ കമ്പ്യൂട്ടർ വന്ന് ഇപ്പോൾ നീച്ചൂല. എന്നിട്ട് എത്രയായാലും നന്നാവൂല. ഏറ്റവും സൗമ്യമായിട്ട് ഉപദേശിക്കേണ്ട ആരെയാണ്? മക്കളെയാണ്. ഏറ്റവും നല്ല ലാംഗ്വേജ് ഉപയോഗിക്കേണ്ടത് കുടുംബത്തോടാണ്. ആൾക്കാർ നേരെ തിരിച്ചാ. പുറത്തൊക്കെ ഭയങ്കര ഉസാറ, കസ്റ്റമേഴ്സിനോടൊക്കെ പെരിയിൽ വന്ന ഒരു അലമ്പ് സ്വഭാവ, പരുക്കൻ സ്വഭാവം. ചോറെടുത്തില്ലേ, നിസ്കരിച്ചില്ലേ, നോമ്പ് വെച്ചില്ലേ, തന്നെ ചോദിച്ചാണ് നിസ്കരിച്ചില്ലേ, നോമ്പ് വെച്ചില്ലേ. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ നന്നാവില്ല. പല ആളുകളും ഇപ്പോൾ കുറച്ച് ദീനുള്ള ആൾക്കാർ, ഇപ്പോൾ ആദ്യമൊന്നും ദീനില്ലാതെ ഗൾഫിലൊക്കെ പോയി സീഡിയൊക്കെ കേട്ട് വലിയ താടിയൊക്കെ വെച്ച് നെരിയാൻ്റെ പേലെ പാൻ്റൊക്കെ ആയി വന്നുകൊണ്ട് പെണ്ണുങ്ങളൊക്കെ പർദ്ദടിപ്പിച്ച കുറേ ആൾക്കാരുണ്ട്. നല്ലത് തന്നെയാണ്. ഓല ആഗ്രഹം എന്താ വെച്ചാൽ ഓല് മാറി മക്കളോട് മാറണം, പെണ്ണുങ്ങൾ മാറണം, അമ്മോസം മാറണം. ചില ആൾക്കാരൊന്നും അമ്മോസൻ്റെ പെരിക്ക് പോകില്ല. എന്താ വെച്ചാൽ മൂപ്പരെന്താ വെച്ചാൽ ജായി അവിടെ ഫുള്ള് ചെറുക്ക് ബിദഅത്ത് കുഫർ. ഓപ്പ കഴിഞ്ഞ മാസം നന്നായത്, അപ്പോൾ പോവില്ല. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ മാറിയ മാൽക്ക് ഓൽക്ക് മാറാനുള്ള ഒരു തൗഫീക്ക് വേണ്ടേ? അപ്പൊ നമ്മളായിക്ക് കുറച്ചൊരു മയം വേണം. നമ്മൾ കല്യാണത്തിന് പോവില്ല, നമ്മളവിടുത്തെ മുടിയളീച്ചലിന് പോവില്ല. ഈ മുടിയളീച്ചൽ അങ്ങനെ ഹറാമൊന്നുമല്ല. ആണെങ്കിൽ പോവുകയൊക്കെ ചെയ്യാം. പോയിട്ട് 2 തൗഹീദൊക്കെ പറയാൻ പറ്റുമെങ്കിൽ പറയാം. ചിലപ്പോൾ നമ്മളോട് ബഹുമാനമുള്ള ആൾക്കാർ. ഞങ്ങൾ എന്തായാലും വിശ്വാസിനോട് മനസ്സിൽ ഒരു അള്ളാഹു ചെറിയൊരു ഇത് ആൾക്കാർക്ക് ഇട്ടുകൊടുക്കും. ഈമാനുള്ളവനിട്ട് നമ്മൾ പറയണത് കേൾക്കാൻ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടാവും. സംഭവം അവിടെ കുറച്ച് ചെറുക്കും വിധത്തൊക്കെ ഉണ്ടെങ്കിലും അയക്ക് നമ്മൾ പ്രത്യക്ഷത്തിൽ സഹകരിക്കാൻ എന്നാലും നമ്മൾ പോയിട്ട് ചില സ്ഥലത്ത് നമ്മൾ പോകണം. പെണ്ണുങ്ങളെ പെരയ്ക്ക് തീരെ പോകാതെക്കരുത്. അവിടെ ആ ആണ്ടിൻ്റെ അന്ന് പോകണ്ട, ആണ്ടിൻ്റെ 2 ദിവസം മുമ്പ് പോകണം എന്ന് എൻ്റെ അഭിപ്രായം. എന്നിട്ട് പറയാം, നോക്കി നമ്മൾ പറഞ്ഞാൽ മാറൂല എന്നറിയാം. അളിയൻ കട്ട ഏപ്പിൻ്റെ ആളാണ്, മുറിച്ച കാന്തപുരം. എന്നാലും നമ്മൾ പോയി പറയണം ഒരു 2 ദിവസം മുമ്പ്, നോക്കാം ഇതൊന്നും ശരിയല്ല കേട്ടോ, അത് പോന്നാൽ മതി. മാറ്റം ഉണ്ടാക്കേണ്ട പടച്ചവനാണ്. ഇന്നമാ അനത്ത മുതക്കർ, നിങ്ങൾ ഉപദേശിച്ചാൽ മതി. പക്ഷെ അതുപോലും നമ്മൾ വളരെ റഫായിട്ടാണ് മക്കളോടും കുടുംബത്തോടൊക്കെ പെരുമാറുന്നത്. അതാ റഫായി പെരുമാറിയ ഒരിക്കലും നമ്മൾ വിചാരിച്ച ഇഫക്റ്റ് ഉണ്ടാവില്ല. ഇപ്പൊ നിസ്കരിച്ചാൽ ഞാൻ അടിക്കണമെന്ന്, ഇവിടെ നേരെ അടിയാ. 10 വയസ്സായ അടി. അതിൻ്റെ മുമ്പ് 7 വയസ്സായ പറയണം. 7 വയസ്സായ പറയണം എന്ന് പറഞ്ഞാലോ, നിങ്ങൾ ആലോചിച്ച് നോക്കി, 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ 3 കൊല്ലമുണ്ട്. 3 കൊല്ലം. ഒരു കൊല്ലത്തിൽ 365 ദിവസമുണ്ട്. ഒരു ദിവസത്തിൽ 5 വക്തുണ്ട്. സുബൈക്ക് 7 വയസ്സാകുമ്പോൾ 5 രാവിലെ സുബൈക്ക് മകനോട് പറയണത് നോക്കാം, തലേന്ന് ഉറങ്ങുമ്പോൾ തന്നെ നോക്കാം, നാളെ വാപ്പ സുബൈ നിസ്കരിച്ച് എന്നിട്ട് വിളിച്ചു. ഒരു 6 മണിയാകുമ്പോൾ, 6:30 സൂര്യോദി. കാരണം ഞാൻ 6 മണിക്ക് വിളിച്ചു, ഇജ്ജ് നിസ്കരിച്ചണം കേട്ടോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നിസ്കരിച്ചു. അങ്ങനെ ഒരു കൊല്ലമൊക്കെ അവൻ അങ്ങനെ നിസ്കരിപ്പിച്ച. പിന്നെ ലുഹറിന് നമ്മൾ സ്ഥലത്തില്ലെങ്കിൽ വെറുതെ ഉണ്ടല്ലോ, വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഉണ്ട്. നാട്ടുകാർക്കൊക്കെ എല്ലാവരും കമൻറ്റും ലൈക്ക് അടിച്ചിട്ടുണ്ട്. പെരീക്ക് പെണ്ണുങ്ങളെ ഫോണൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടത്, സ്കൂളിട്ട് വന്നാൽ കുട്ടികൾ നിസ്കരിച്ചണോ എന്ന് വാപ്പ ചോദിച്ചിനോ എന്ന് പറയാൻ പറഞ്ഞാൽ മതി. മഗ്‌രിബിനും ഒരു ദിവസം 5 നേരമുണ്ട്. 365 × 5 × 3 ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 10ൽ അടി വരുന്നത്. ഇവിടെ നേരെ 10ക്കാ ചാട്ടം അടി. ഈ 3 കൊല്ലം 5 ഒരു ദിവസം 5 പ്രാവശ്യം 3 കൊല്ലം തുടർച്ചയായിട്ട് നമ്മളെ കുട്ടീനോട്, മോനെ നിസ്കരിച്ച് നല്ലൊരു മാന്യമായിട്ട് നമുക്ക് നിസ്കരിച്ചാൽ കേട്ടോ എന്ന് പറയാം. നിസ്കരിച്ചാ
അങ്ങനെയല്ല, അത് മാന്യമായി കുട്ടി നിസ്കരിച്ചതെന്ന് പറഞ്ഞാൽ നിസ്കരിച്ചാത്ത കുട്ടികളുണ്ടാവില്ല. ഞമ്മക്കും വേണ്ടെങ്കിലും കുട്ടി നിസ്കരിച്ചു, അതൊന്നും പറയില്ല. ഒക്കെ റഫായിട്ട്, ലാംഗ്വേജ് റഫ്, പെരുമാറ്റം റഫ്. എന്നിട്ടോ ഓൻ പറഞ്ഞാൽ കേൾക്കൂല. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഓ ആഫിലാണോ, എന്തോ ഓന്ന് ആഫിലാണ്, ഇജാതി കുരങ്ങ സ്വഭാവം ഇയാൾ ഈ കുട്ടി കാണുന്നത്. അള്ളാന്റെ റസൂലിന്റെ സ്വഭാവമാണ്, അള്ളാന്റെ റസൂലിന്റെ പ്രത്യേകത എന്താ? സ്വഭാവമാണ്. വിശ്വാസി എന്ന് പറഞ്ഞാൽ ഓൻ്റെ സ്വഭാവം വളരെ പ്രധാനമാണ്. കാരണം അതാണ് നമ്മൾ ഭയങ്കര രാത്രി നൊളോളിച്ച് 1 മണിക്ക് തുടങ്ങി 4 മണിയാവോളം നൊളോളിച്ച് നിസ്കരിച്ച ആളാണെങ്കിലും ആൾക്കാർക്ക് അതിലൊന്നും കാര്യമില്ല. നമ്മൾ എന്താണ് ഡീലിങ്സ്, എങ്ങനെയാണ് സംസാരിക്കണമെന്നാണ് ആൾക്കാർ നോക്കുക. നമ്മൾ രാത്രി പോയി നിസ്കരിച്ച് രാവിലെ എന്താണ് ഭയങ്കര റഫായിട്ട് പെരുമാറി അയാളെന്ത് ഒരു കാര്യം പറയാൻ പറ്റൂല അറിയാം. അങ്ങനെയല്ല നമ്മളെപ്പറ്റി ആളുകൾ തരോ. നമ്മൾ മരിച്ചാൽ ഒരു ആൾക്കാർക്ക് സങ്കടം. ആണ് ജീവിച്ചിരുന്നെങ്കിൽ, ആ മനുഷ്യൻ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾ പറയണം. പെരുമാറ്റം കൊണ്ട്, സ്വഭാവം കൊണ്ട്, ഡീലിങ്സ് കൊണ്ട്. അങ്ങനെ ഒരു തലത്തിലേക്ക് വിശ്വാസി വരണമെങ്കിൽ തരോ പടച്ചോൻ്റെ ഒരു തൃപ്തിയാണ് വലുത്. 5 പൈസ അല്ലാതെ കുടുങ്ങി ഇങ്ങനെ നിൽക്കുമ്പോഴും ഒരാൾ വന്ന് കഷ്ടപ്പാട് പറയുമ്പം തൻ്റെ കഷ്ടപ്പാട് മറന്നുകൊണ്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അവിടെയാണ് വിശ്വാസം. അതാണ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാതെ 15, 10, 60 ലക്ഷം, 70 ലക്ഷം, 1 കോടി, 1.5 കോടിക്ക് പെരയും വെച്ച് ഇനോവ തിരിച്ചാൻ വേണ്ടി 1 സെന്റ് 12 ലക്ഷത്തിന് വാങ്ങിയിട്ട് ആൾക്കാർ പെരണ്ടാക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ 2000 കൊടുത്തിട്ട് ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് അഹങ്കരിക്കുന്ന സഹോദരങ്ങളെ, അഹങ്കാരാണ്. ആ ഒരു നിലപാടിൽ നമ്മൾ മാറാം. അതൊക്കെയാണ് ഈ സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, ആര് ദേഷ്യപ്പെട്ടാലും, നമ്മൾ വിചാരിച്ചാത്ത എന്തൊക്കെ ഉണ്ടായാലും അതൊക്കെ പടച്ചോ ഇങ്ങനെ നോക്കുകയാണ്. ഇതൊക്കെ പടച്ചോ പണ്ട് കണക്കാക്കിയതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് നിലപാടാണ് സ്വീകരിക്കണമെന്ന് എൻ്റെ റബ്ബിനെ പരീക്ഷിക്കണ്. അപ്പം അതിന് ഞാൻ അങ്ങനെ സന്തോഷിച്ച് നിന്നാൽ പടച്ചോൻ്റെ തൃപ്തി ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പം ഈ ഒരു മതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആനന്ദം, സൗന്ദര്യം. ഇപ്പം സബർ നമ്മൾ പറയും. സബർ എന്തിലാണ്? സബർ ഇങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞോടത്തൊക്കെ കാണാൻ എന്താണ് സബർ എന്ന് പറഞ്ഞാൽ? അലാ തോഅത്തില്ല എന്നാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിനാണ് ആദ്യത്തെ സബർ. രണ്ടാമത്തതോ വഅൻ മഅസിയത്തില്ല. മൂന്നാമത്തതാണ് ഫിൽ അഖ്ദാരില്ലാഹിൽ മൂലിമ. അള്ളാഹുവിൻ്റെ വേദനാജനകമായ ഖദറിൽ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഖദറിലുള്ള സംഭവങ്ങൾ ക്ഷമിക്കാൻ കഴിയുക. നമ്മൾ മനസ്സിലാക്കിയ ക്ഷമ 3ാമത്തെ ക്ഷമ മാത്രമാണ്. അതിന് മുമ്പ് 2 ക്ഷമ വേറുണ്ട്. ആദ്യത്തെ ക്ഷമ അള്ളാഹുവിനെ അനുസരിക്കാനുള്ള ക്ഷമ. ബാങ്കാണ് കൊടുത്താൽ പള്ളിക്കാണ് പോകണം. ഇപ്പം ഈ അതാണ് അത്തൊഹൂർ ഷത്രുൽ ഈമാൻ എന്ന് പറഞ്ഞ ഹദീസ് വലിയ ഹദീസാണ്. അതിൻ്റെ കുറേ ബാക്കി ഭാഗമുണ്ട്, അതിലോരോ വാക്കുകളുണ്ട്. ആ സ്വതക്കത്തു ബുർഹാനു എന്നൊരു വാക്കുണ്ട്. സ്വതക്ക എന്നാൽ തെളിവാണ്. ഞാൻ മുസ്ലിമാണ് എന്നതിന് തെളിവാണ് എൻ്റെ സ്വതക്ക. കാരണം എന്താ? എൻ്റെ സമ്പത്തു നിന്ന് ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കി എൻ്റെ പൈസയിൽ നിന്ന് വെറുതെ എടുത്തുകൊടുക്കുക. അതിന് കഴിയണമെന്നുണ്ടെങ്കിൽ പടച്ചോല അത്രയും വിശ്വാസം ഉണ്ടാവും. ഇതിന് പ്രതിഫലം കിട്ടും എന്നുള്ള അങ്ങേ അറ്റത്തെ വിശ്വാസവും അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹിൻ്റെ രക്ഷയിലുള്ള പ്രതീക്ഷയും ശിക്ഷയിലുള്ള ഭയവും, അള്ളാഹുവിൻ്റെ രക്ഷയിലുള്ള റജാ. അതാണ് പറഞ്ഞത്, റജാഇൻ്റെയും ഖൗഫിൻ്റെയും ഇടയിലാണ് വിശ്വാസി ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷയെ പറ്റിയുള്ള പേടി, അള്ളാഹുവിൻ്റെ രക്ഷയെ പറ്റിയുള്ള പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയും പേടിയാണെന്ത് ആ പൈസ നമ്മളാണ് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ സ്വതക്ക ഒരാൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലേ സ്വതക്ക കഴിഞ്ഞിട്ട് സത്യത്തിൽ നിസ്കാരമുള്ളൂ. കാരണം നിസ്കരിച്ചാൻ അത്ര വലിയ കഴിവിൻ്റെ ആവശ്യമില്ല. അതങ്ങനെ വെറുതെ പള്ളിക്ക് പോയി കൊടുത്താൽ നിസ്കാരം നടക്കും. പക്ഷേ സ്വതക്കാണ് കൊടുക്കണമെന്ന്. ഈ 10 റുപ്യേൻ്റെ കാര്യമില്ലട്ടി പറയണേ. ഈ ചീഞ്ഞ 10 റുപ്യ പേഴ്സ് നിർത്തി കൊടുക്കണ സ്വതക്കല്ലേ ഈ പറയണേ. മനസ്സിക്കണ് മുറിവാണ് സ്വതക്കുണ്ട്. നമ്മളെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു സാധനം പോയിട്ടുള്ളൊരു സ്വതക്കുണ്ട്. ഇപ്പം ചില ആൾക്കാർ ചോദിച്ചു, ഒരാൾ മുമ്പ് ചോദിച്ചാണ്, ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരാൾ ചോദിക്കണം എന്തറിയോ, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ലക്ഷങ്ങളുണ്ട്, അത് ഞാൻ തരാൻ തയ്യാറാണ്. പക്ഷെ എന്തറിയോ, ലോകാവസാനം വരെ ജാരിയായി നിൽക്കുന്ന ഒരു സംഭവങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പറയണമെങ്കിൽ, ഖുർആൻ പഠിക്കുന്ന ഒരു സ്ഥാപനമോ, അതല്ലെങ്കിൽ അങ്ങനത്തെ ലോകാവസാനം വരെ എനിക്ക് ഖബറിലേക്ക് ഇങ്ങനെ കൂലി കിട്ടിക്കൊണ്ടിരിക്കണ എന്തെങ്കിലും ഒരു സാധനം. പള്ളി പറ്റൂല, പള്ളി മുമ്പ് വേറെ ഉണ്ടാക്കിയാണ്. പള്ളിയല്ലാത്ത എന്തെങ്കിലും ഒരു സാധനങ്ങൾ പറയുകയാണെങ്കിൽ ഒക്കെ ബോധ്യപ്പെട്ടാൽ ഞാൻ ഫുൾ ഇൻവെസ്റ്റ് ചെയ്യും. എന്ത് സ്വർഗത്തിനും വേണ്ടി, അല്ല വേക്കൊരു താല്പര്യമില്ലേക്ക്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ നമ്മളെ അടിയോടെ ജീവിച്ചു പോകുന്നുണ്ട്. അങ്ങനെ നമ്മളെ സ്വതക്കാണ് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് എന്താ അറിയോ, അത് ബുർഹാനാണ്. മതമുണ്ട്, അള്ളണ്ട്, ഞാൻ മുസ്ലിമാണ് നിന്റെ തെളിവാണ്. ആ ഒരു തലത്തിലേക്ക് നമ്മൾ വരണം. നമ്മൾ ഇങ്ങനെ എന്താ വെച്ചാൽ മതത്തിൻ്റെ പുറംപൂച്ചിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു സൗന്ദര്യം നമ്മൾ ആസ്വദിക്കില്ല. ഇതിൻ്റെ എല്ലാ ഇടങ്ങേറും നമ്മൾ ഏറ്റി നടക്കുകയാണ്. 5 നേരം നിസ്കരിക്കണം, നോൽമ്പ് നോൽക്കണം, ആകെ ഒരു ഇടങ്ങേറ് പിടിച്ച ജീവിതം. എന്നാലോ ഇതിൽ മതത്തിൻ്റെ ഉള്ളിൽ നിൽക്കണ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ മുൻഗാമികളായ സലഫുകളും ഇമാമിയങ്ങളും
ഈ പണ്ഡിതന്മാരും എല്ലാം അവരൊക്കെ ഈ എഴുതിയ ഈമാനിനെ പറ്റി എഴുതിയ കിതാബിലൊക്കെ അവരതിൽ വർണ്ണിക്കുന്ന അവരുടെ മനസ്സിൻ്റെ സന്തോഷവും ആനന്ദവും. ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതാണ്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി ജീവിച്ചത് ജയിലിൽ ജീവിച്ചപ്പോഴാണ്. ജയിലിൽ ജീവിച്ചപ്പോൾ. അപ്പം അങ്ങനെ ആ ഒരു തലത്തിലേക്ക് അവരെത്തിയെന്നാണ്. അവർ അള്ളാഹിനെയും റസൂലിനെയും ജീവിതത്തിൽ ഹൃദയത്തിൽ ഒന്നാമത് സ്ഥാനം കൊടുത്തിരുന്നു. ഇവിടുത്തെ ഈ ദുന്യാവിൽ എന്തെങ്കിലും കുറച്ച് സമ്പാദ്യങ്ങളോ ഏറ്റക്കുറച്ചിലുകളോ അനുസരിച്ചിട്ടല്ല ജീവിതം തന്നെ. പടച്ചോൻ്റെ തൃപ്തി നേടുക എന്നുള്ളതാണ്. അത് കിട്ടാൻ ഞാനല്ല ഏത് പ്രതിസന്ധികൾ പറയുമ്പോഴും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ആ മഅയ്യത്തിൻ്റെ ബോധം, ആ ബോധം കിട്ടണമെങ്കിൽ സഹോദരങ്ങളെ ഒന്ന് ഏറ്റവും നമ്പർ 1 അള്ളാഹും റസൂലാണ്. ഒരു വീടുണ്ടാക്കണം, ഒരു മാർഗവുമില്ല, കഷ്ടപ്പാടാണ്, ചെറിയൊരു ജോലിയാണ്. അതിലിപ്പോൾ വീടുണ്ടാക്കുക എന്തായാലും ഇപ്പോൾ ഒരു സ്ഥലം വാപ്പാക്കുമാർ സമ്പാദ്യമായിട്ട് അനന്തരമായിട്ട് ഒന്നുമില്ല, എല്ലൊക്കെ വിട്ട് പെങ്ങന്മാരെ കെട്ടിച്ചു, ഗൾഫിൽ നിന്ന് ഇപ്പോൾ പോകുന്നു, ഇനി ഒന്നുമില്ല, വീടുണ്ടാക്കിയിട്ടില്ല, എന്ത് ചെയ്യും? ചെറിയൊരു ജോലിയുണ്ട്, അതിനിങ്ങനെ മാസം അടവടച്ചാൽ ബാങ്കിൽ നിന്ന് ചെറിയ പലിശക്ക് ലോണ് കിട്ടിയാൽ ഒരു വീട് വെക്കാൻ പറ്റും. അതൊക്കെ ഒരു പലിശയാണോ? ആ ചോദ്യം ചോദിക്കണ കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലും എടുത്തുകൊടുക്കാൻ തോന്നും. സത്യത്തിൽ പലിശയോട് പ്രയാസം ഉണ്ടെങ്കിൽ വീട് വെക്കാൻ ഒരു ഗതിയില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അതൊക്കെ ഇപ്പോൾ പടച്ചോൻ ഒരു തെറ്റായിട്ട് കാണോ? മതത്തിൻ്റെ നിയമങ്ങൾ അത് ആ പറയുന്ന ആൾ പറയണത് അറിയോ? അതൊരിക്കലും ഞാൻ പലിശ അല്ല എന്ന് പറഞ്ഞിട്ടല്ല എടുക്കണേ, പക്ഷേ എൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കണ്ടിട്ട് പടച്ചോൻ എനിക്ക് പുറത്തു തരും, അത്രയും പ്രയാസത്തിലാണ് ഞാൻ. അങ്ങനെ പലിശ ലോൺ എടുക്കുന്ന ആളുകളുണ്ട് ബാങ്കിൽ നിന്ന്, തെറ്റ് തന്നെയാണ്. എന്നാലും സഹോദരങ്ങളെ, അത് തെറ്റാണെങ്കിലും ആ മനസ്സുണ്ടല്ലോ, ഏത് ആ ഒരു മനസ്സിന് അങ്ങനത്തെ ആളുകളെ നമുക്ക് സഹായിക്കാൻ കഴിയാം. അപ്പം അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു 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 അള്ളാഹ് കൂടെ ഉണ്ട്. ഇതൊക്കെ ആണെങ്കിൽ ഞാൻ പലിശക്ക് പൈസ എടുത്തിട്ട് വീട് വെക്കൂല, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കൂല. ഒരു കുടിലിൽ ജീവിക്കേണ്ടി വന്നാലും എൻ്റെ മക്കളെ കല്യാണം നടക്കാതെ പോയാലും പലിശമ്മ ഞാൻ തൊടൂല എന്നുള്ളത് അത് ജീവിതത്തിലൊരു നിലപാടാണ്. ആ നിലപാടിലേക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്താ അറിയോ? ആ റബ്ബിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരണം. ആ തോന്നൽ വരാത്ത എന്താ വെച്ചാൽ സൂറത്തു ബനു മാഇദയിലൊരായത്തുണ്ട്. അതായത് ബനു ഇസ്രായേലിനോട് അള്ളാഹ് പറയണം, ബനു ഇസ്രായേലിനോട് അള്ളാഹ് പറയണം എന്താണ് ആ മഅയ്യത്ത് കിട്ടാനുള്ള മാർഗം. നമ്മളെപ്പം പടച്ചോണ്ട് എന്ന് നമുക്കൊരു തോന്നൽ വരണമെങ്കിൽ അതിന് പടച്ചോൻ കുറച്ച് കാര്യം പറയണം. അത് ബനു ഇസ്രായേലിനോട് പറഞ്ഞ കാര്യം സൂറത്തു മാഇദയിലെ 12-ാമത്തെ ആയത്തുണ്ട്. അത് ബനു ഇസ്രായേലിനോട് പറഞ്ഞതാണെങ്കിലും ഞമ്മക്കതിൽ വലിയ പാടുണ്ട്. എന്താ അറിയോ? വഖാല അള്ളാഹ് പറഞ്ഞു, ഇന്നീ മഅക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആരാ? ബനു ഇസ്രായേലിൻ്റെ കൂടെ ഉണ്ട്. അത് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്തിനാ? നമ്മളിപ്പോൾ ഒന്നുണ്ടാവും, ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പാലിച്ചാൽ മതി. എന്താണ്? ലഇൻ അഖംതുമുസ്സലാത്ത. ഇനി വളരെ ശ്രദ്ധിക്കട്ടോ. ആദ്യം നമ്മൾ പറഞ്ഞു, ഒന്ന് അള്ളാഹിനുള്ള, അള്ളാഹിലുള്ള വിശ്വാസം, ശിർക്കില്ലാത്ത വിശ്വാസം. രണ്ടെന്താ? രണ്ടിനകത്ത് പറഞ്ഞാൽ അള്ളാഹ് ഏതിനേക്കാളും പ്രിയപ്പെട്ടത് പടച്ചോൻ. അതുകൊണ്ട് ആര് ചീത്തറിഞ്ഞാലും, ഉമ്മ ദേഷ്യപ്പെട്ടാലും, വാപ്പ ദേഷ്യപ്പെട്ടാലും, കെട്ടിയോൻ ദേഷ്യപ്പെട്ടാലും നമുക്ക് പ്രശ്നമല്ല. കാരണം നമ്മൾ സ്നേഹിക്കണ മൂപ്പരല്ല, അള്ളാഹിനെയാണ്. മൂപ്പരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ റബ്ബിനാണ്. ഇപ്പോൾ യുദ്ധത്തിൽ ഒരു കുട്ടീനെ നഷ്ടപ്പെട്ടിട്ട് ഒരു ഉമ്മാക്ക് ആ കുട്ടീനെ തിരിച്ചു കിട്ടിയപ്പം ആ കുട്ടീനെ നെഞ്ചോട് ചേർത്ത് വെച്ച് സന്തോഷിക്കുന്ന ഉമ്മാനെ ചൂണ്ടിക്കാണിച്ച് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചെന്താ? ആ ഉമ്മാക്ക് ആ കുട്ടീനോടുള്ളതിനേക്കാൾ സ്നേഹം ഒരടിമയോട് അള്ളാഹുവിനുണ്ട് എന്നാണ്. അപ്പം നമ്മളെ അള്ളാഹ് അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ റബ്ബിനെ. അപ്പം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കൈപ്പേറിയത് സംഭവിച്ചാലും അത് പടച്ചോൻ്റെ ഒരു ഖദറാണ്. അത് ഞാൻ അൽഹംദുലില്ലാ എനിക്ക് സന്തോഷമുള്ളതിൽ പടച്ചോൻ അങ്ങനെ നോക്കുകയാണ്. ഞാൻ തൃപ്തി അടഞ്ഞിട്ടില്ലേ, എനിക്ക് പടച്ചോനോട് ചെറിയൊരു ദേഷ്യം ഉണ്ടോ എന്ന് പടച്ചോൻ നോക്കുകയാണ്. ഇല്ല പടച്ചോനെ, എനിക്ക് ദേഷ്യമല്ല. ആ ഒരു നിലപാടിലേക്ക് വന്നാൽ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. രണ്ടാമത്തത് ഈ ഒരു മഅയ്യത്ത് കിട്ടാനുള്ള ലഇൻ അഖംതുമുസ്സലാത്ത. അള്ളാഹ് പറയണേ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരാകുക, നിങ്ങൾ നിസ്കരിക്കുന്നവരാകണം എന്നല്ല പറഞ്ഞത്. നിസ്കാരം നിലനിർത്തുന്നവരെന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ തഫ്സീർ പണ്ഡിതന്മാർ എഴുതിയാൽ കാണാം. നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചലല്ല. അതിലെന്തുണ്ട്? നിസ്കാരത്തിൻ്റെ ഫർളും സുന്നത്തുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നിസ്കരിച്ച് നെഞ്ചത്താണ് കൈകെട്ടിയത് എന്ന് സഹീഹായ ഹദീസിൽ, ഇബ്നു ഖുസൈമൻ്റെ ഹദീസിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ സഹോദരങ്ങളെ നെഞ്ചത്ത് തന്നെ കൈയ്യട്ടേണ്ടി വരും. അങ്ങനെ നബി പഠിപ്പിച്ചതുപോലെ നിസ്കരിച്ച. പിന്നെ നിസ്കാരത്തിൻ്റെ ഷർത്തും ഫർളും കൈയ്യട്ടലും മാത്രമല്ല, നിസ്കാരത്തിൻ്റെ ആന്തരികമായ ഏറ്റവും വലിയ ഖുശൂ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ട്. ആ ഖുശൂ കിട്ടണം, അപ്പോഴേ നിസ്കാരം ശരിയാവുള്ളൂ. വെറും ഫർളും സുന്നത്തും മാത്രം നോക്കിയാൽ പോരാ. അതാണ് പലപ്പോഴും ആളുകൾക്കില്ലാത്തത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അതിന് നിസ്കരിക്കാൻ വരിക എന്നുള്ളൊരു ബോധം വേണം. ആരെ മുമ്പിലാണ് നിൽക്കണം എന്നുള്ളൊരു ബോധം വേണം. നിസ്കാരത്തിൽ എന്തൊക്കെ ചെല്ലണം? വലാ തഖ്റബുസ്സലാ,
നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. വ അൻതും സുക്കാറ, മത്തന്മാരായിക്കൊണ്ട്. മദ്യം നിരോധിച്ചതിൻ്റെ ആദ്യം ഘട്ടം ഘട്ടമായി നിരോധിച്ചപ്പോൾ മദ്യപിച്ചുകൊണ്ട് നിസ്കാരത്തിന് വരരുത് എന്ന് വിലക്കിക്കൊണ്ട് സൂറത്തു നിസായിൽ ആയത്തുണ്ട്. എന്ത്? കള്ളുടിച്ചാണ്ട് നിസ്കരിച്ചാൻ വരരുത്. ഒറ്റവാക്ക് പറഞ്ഞാൽ കള്ളുടിച്ചാണ്ട് എന്ത് ചെയ്യരുത്? നിസ്കരിച്ചാൻ വരരുത്. ആദ്യം പറഞ്ഞാണ്. കാരണം എന്താ? കാരണം നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അതേപോലെ നമ്മളെ പല ആളുടെയും നിസ്കാരം കള്ളുടിച്ച നിസ്കാരമല്ലേ. നമ്മൾ പറയണത് എന്താ നമ്മൾ അറിയണ്ടോ? അപ്പം അങ്ങനത്തെ ഒരു നിസ്കരിച്ചണ്ടെന്നാ പറയണത്. അങ്ങനത്തെ ഒരു നിസ്കാരം പഠിച്ചോനും വേണ്ട. അപ്പം അതും കൂടി പരിഗണിച്ച് റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ബോധത്തോടു കൂടി അള്ളാഹിൻ്റെ കൂടെ സംഭാഷണമാണ് നിസ്കാരം. ചില ആൾക്കാർ നിസ്കരിച്ചാൻ വരുന്ന കണ്ടാൽ തന്നെ ഒരു കള്ളിത്തുണി എടുത്തിട്ടുണ്ടാവും, മുത്തൂട്ടിൻ്റെ ആ മഞ്ഞ ടീഷർട്ട് ഇട്ടുണ്ടാവും. ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന പന്തൽച്ചാർ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടീഷർട്ട് മുത്തൂട്ട് നെയ്തിയ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പലിശ കമ്പനിക്കാരാണ് അവർ. മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ നിന്ദ്യമാണ് എന്ത്? പലിശ എന്ന് പറഞ്ഞാൽ. അതിനേക്കാൾ മോശമാണ് പലിശ. എന്നിട്ടോ ഓൻ്റെ ടീഷർട്ട് ഇട്ട് മഞ്ഞ ടീഷർട്ട് ഇട്ടുകാണ്ട് ഒരു കള്ളിത്തുണി എടുത്താണ് സുബൈക്ക് അല്ലാഹു അക്ബർ. ആയത്താണ്. അലങ്കാര വസ്ത്രങ്ങൾ ആരാധനാ വേളകളിലാണ് അളയേണ്ടത്. ഉള്ളിക്ക് ഏറ്റവും നല്ല ഇട്ട് വരണം നിസ്കരിച്ച അള്ളാന്റെ മുമ്പിൽ. അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ ഒരു ബോധം നിസ്കരിച്ചുമ്പോൾ വേണം. അങ്ങനെ നിസ്കാരം തന്നെ എന്താ? കോൺവെർസേഷനാണ്. നമ്മളും പടച്ചോണും തമ്മിലുള്ള കമൻ്റാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ പറയുമ്പം അള്ളാഹ് 7 ആകാശങ്ങൾക്ക് 3 കമൻറ്റ് പറയാണ്. ഹമിദനി അബ്ദി. അങ്ങനെ ഇടക്കിടക്ക് ഫോൺ എടുത്ത് നോക്കുക. നിസ്കാരം കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ കൂടി ആൾക്കാർ ചെല്ലൂല. അപ്പം എടുത്ത് നോക്കണം. എന്താ? വാട്സപ്പിൽ ഫേസ്ബുക്കിൽ എന്തെങ്കിലും വന്നോന്നാ. എന്നിട്ട് ആരെങ്കിലും നമ്മളിട്ട പോസ്റ്റിന് വല്ല കമൻറ്റ് ഇട്ടാൽ എന്തൊരു സന്തോഷം അറിയോ. പടച്ചോമ്പടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയുമ്പോൾ 7 ആകാശത്തിൻ്റെ മേലെന്ന് ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു എന്ന് കമൻറ്റ് പറയുമ്പോൾ ഒരു സന്തോഷമില്ല മനസ്സിൽ. അപ്പം അതേപോലെ ഓരോ ഫാത്തിഹയിലെ ഓരോ ഡയലോഗിനും അള്ളാഹുവിൻ്റെ തിരിച്ചുള്ള എന്തുണ്ട്? തിരിച്ചുത്തരണ്ട്. ഹമിദനി അബ്ദി അർ-റഹ്മാൻ റഹീം അസ്ന അലയ്യ അബ്ദി മാലിക് യൗമിദ്ദീൻ മജ്ജദനി അബ്ദി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ എന്താ? കോൺട്രാക്റ്റ് ആണ്. അഗ്രിമെന്റ് ഒപ്പിടുകയാണ്. അഗ്രിമെന്റ് ഒപ്പിട്ടാൽ എന്താ? ആധാരം നമ്മളെ കയ്യിലായ പെര നമ്മളതാവും, സ്വത്ത് നമ്മളതാവും. എന്താണ് ആധാരം? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. കോൺട്രാക്റ്റ് ആണ്. ഞാൻ ഇന്നെ ആരാധിക്കുള്ളൂ, എന്നോട് സായം തൊടുള്ളൂ. അപ്പം എന്താ? അഗ്രിമെന്റ് സൈൻ ചെയ്താൽ പിന്നെ ഫുള്ള് ഡൗൺലോഡാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഏറ്റവും സന്മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കണേ, അതിൽ ജീവിക്കാനുള്ള തൗഫീക്ക് തരണേ, അതിൽ കടന്ന് ഈമാനോടെ മരിക്കാനുള്ള ഒരു തൗഫീക്ക് ഉണ്ട്. അതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതിലും വലിയ പ്രാർത്ഥന എന്താ ഉള്ളത്? അതാണ് ചോദിക്കണം. അപ്പം പടച്ചോൻ്റെ മേലെ നിന്ന് ഡയലോഗ് ഉണ്ട്. എന്താണ്? എൻ്റെ അടിമക്ക് ചോദിച്ചു നോക്കാൻ കൊടുത്തതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ആ മാർഗ്ഗം എന്താ? സിറാത്തുൽ മുസ്തഖീമിൻ്റെ മാർഗ്ഗം അങ്ങനെ ഇരുട്ടുകൂടിയ മാർഗ്ഗമല്ല. ലൈലുഹാ കനഹാരിഹ എന്നാണ്. അതിൻ്റെ രാത്രി പകൽ പോലെ പ്രശോഭിതമാണ്. അത്രയും വിശാലമായ ഇസ്ലാമിൻ്റെ രാജമാർഗം. സലഫുകൾ ഇമാമുകളൊക്കെ രചിച്ച ഒരു വിശാലമായ കൺഫ്യൂഷൻ ഇല്ലാത്ത ഇസ്ലാമിൻ്റെ സലഫി മൻഹജിൻ്റെ പാദമുണ്ട് ഈ സിറാത്തുൽ മുസ്തഖീം. എന്നിട്ടോ ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഒരു വഴി ചോദിച്ചാൽ നമ്മൾ പറയും ഇങ്ങനെ പോയാൽ വലത്തേക്ക് റോഡുണ്ട്, പക്ഷെ അതിൻ്റെ മുമ്പ് ചെറിയൊരു റോഡുണ്ട്, അതിൽ പോകണ്ടറിയും അല്ലേ? ഒരു വഴി ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കില്ല. ചിലർ ഇങ്ങനെ പോയാൽ വലത്തേക്കുള്ള ഫസ്റ്റ് റൈറ്റാണ്, പക്ഷേ ചെറിയൊരു റോഡ് വേറെ ഉണ്ട് റൈറ്റിക്ക്. ചിലപ്പോൾ അതിൽ പോകണ്ടായിരിച്ചിട്ട് അല്ലെ അതിലെ പോകണ്ടോ പറയും. അതേമാതിരി പഠിച്ച എത്ര കൃത്യമായിട്ടാണ് ഇതിനെ സിറാത്തുൽ മുസ്തഖീമൻ പഠിപ്പിച്ചതാണ്. സിറാത്തുൽ മുസ്തഖീം എന്താ? വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. 2 കൂട്ടർ തെറ്റിപ്പോയിക്കണ്. ഒന്നാരോ ഒന്നൊക്കെ പഠിച്ച് തേഞ്ഞുകാണ്ട് ഇതൊന്നും ചെയ്യാതെ പോയ ആൾക്കാർ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അള്ളാഹിനെ അനുസരിക്കാതെ പോയ ആൾക്കാർ. മറ്റേത് പഠിക്കാൻ തന്നെ മെനക്കെടാത്ത ആൾക്കാർ, മനസ്സിലാക്കാൻ തന്നെ ശ്രമിക്കാത്ത ആൾക്കാർ. ക്രിസ്ത്യാനി വലദ്ദാലിൻ. ഇതെങ്ങനെ ക്രിസ്ത്യാനി ജൂതൻ മാത്രമേ അർത്ഥമല്ല ഇതിന്. കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കാത്തവരെ കയ്യിൽ പെടും. അള്ളാഹിൻ്റെ ഗളബ് ഉണ്ടാവും. ഇത്രയും വ്യക്തമായിട്ട് പറയുമ്പം നമ്മളും മലക്കൂടെ ഒരുമിച്ച് ആമീൻ പറയണം. അപ്പോൾ അള്ളാഹ് പറയും എൻ്റെ അടിമ ചോദിച്ചൊക്കെ ഞാൻ അവന് കൊടുക്കും. ഈ ഒരു ബോധത്തോടു കൂടെ ഒരു ഫാത്തിയ ജീവിതത്തിൽ ഓതിയാൽ പോലെ സഹോദരനെ മാറ്റം ഉണ്ടാവും. 17 ഫാത്തിയ ഓതണം എന്നാണ്. 17 ഫാത്തിയ. അങ്ങനെ 17 ഫാത്തിയ റബ്ബിൻ്റെ മുമ്പിൽ നിന്ന് നെഞ്ചത്ത് കൈവെട്ടിയിട്ട് അള്ളാഹ് ഓരോ ഡയലോഗ് നമുക്ക് കമൻറ്റ് പറയുന്ന രൂപത്തിൽ ആത്മാർത്ഥയുടെ ഫാത്തിയ 17 പ്രാവശ്യം ഓതിയാൽ മരിച്ചുമ്പോൾ ആശ്വാസമാണ്. ആ റബ്ബിൻ്റെ മുമ്പിലേക്കാണ് പരീക്ഷയ്ക്ക് പോകുള്ളത്. സാധാരണ പരീക്ഷ യൂണിവേഴ്സിറ്റി പരീക്ഷ നടക്കുമ്പോൾ നമ്മൾ ചോദിക്കും ഇന്ത്യയിൽ ആരാ ചോദിക്കും. കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്നൊരു പരീക്ഷൻ്റെ ആളുണ്ടാവും, നമ്മളെ കോളേജിലൊരു സാറുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ചോദിക്കാരാ നമ്മളെ സാർ ആരായിരിക്കണം. കാരണം നമുക്ക് പരിചയമുള്ള സാറാണെങ്കിൽ എത്ര ഉത്തരം തെറ്റിയാലും നമ്മൾ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ മൂപ്പർക്ക് അറിയാം ഇപ്പോൾ ആൾ ടെൻഷൻ അടിച്ച് തെറ്റിയതാണ്. ഇപ്പോൾ ചോദ്യം ചോദിച്ചു വൈവുണ്ടാവും, അതിൽ തെറ്റുമ്പം ടെൻഷനോട് തെറ്റിയതാണെങ്കിൽ നമ്മളെ ഉസ്താദിനെ അറിയാലോ നമ്മൾ നല്ല പഠിച്ച കുട്ടിയാണ്. അപ്പം അതേപോലെ നോക്കി അള്ളാൻ്റെ ഈ ഒരു ദിവസം 17 പ്രാവശ്യം സംഭാഷണം നടത്തുന്ന ആ അള്ളാൻ്റെ മുമ്പേക്കാണ് നമുക്ക് വിചാരണക്ക് ചെല്ലാനുള്ളത്. നമുക്ക് പ്രതീക്ഷല്ലേ? 17 വട്ടം ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് നമ്മൾ ചോദിച്ചിട്ട് അത് തരാത്തൊരു പടച്ചോൻ കാരുണ്യവാനാണോ? അപ്പം അങ്ങനെ നമ്മളെ ഫാത്തിയ എവിടെ നമ്മളെന്തോ കെട്ടി എന്തോ ചെല്ലി എത്ര റക്കാത്ത് നിസ്കരിച്ചെന്ന് അറിയില്ല. എന്നിട്ട് അപ്പുറത്തുള്ളവന് ഒപ്പം കൈയൊട്ടി എത്ര റക്കാത്ത് നിസ്കരിച്ചിട്ടുണ്ടോ നോക്കിയിട്ട് പിന്നെ നമ്മൾ പൂർത്തിയാക്കുക.
കാരണം നമുക്കതറിയില്ല എത്ര റക്കാത്തായി, നമ്മളെപ്പോഴാണ് കൂടിയാൽ നമുക്കറിയില്ല. അങ്ങനെ ഒരു നിസ്കാരത്തിൽ ബോധമല്ലാത്ത നിസ്കാരം. നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. ഒന്നാമത്തെ കണ്ടീഷനാണ് അള്ളാന്റെ മഴയത്തുണ്ടാണെങ്കിൽ. രണ്ടാമത്തത് എന്താണ്? സക്കാത്ത് നൽകുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സക്കാത്ത് മാത്രമല്ല, സ്വതക്കെ കയ്യിൽ പെടും. അപ്പം അങ്ങനത്തെ ആ ഒരു മനസ്സ്, നേരത്തെ പറഞ്ഞ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹിന്റെ ഒരു മനസ്സ്, അതുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. മൂന്നാമത്തത് മുർസലീങ്ങളിൽ വിശ്വസിക്കുക എന്താ? ഞാൻ നബിയിൽ വിശ്വസിച്ചു ഹൃദയത്തിൽ ഉണ്ടായാൽ മതിയോ? ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായ സഹോദരങ്ങളെ, താടി ഹൃദയത്തിലല്ല വരിക, താടി മുഖത്താ വരിക. എന്നു സേവ ചെയ്യണം ആൾക്കാർ. ഇതൊക്കെ കേട്ടിട്ടും അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുക എന്നാണോ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. ഇമാം ഹസനുൽ ബസരി പറഞ്ഞെന്താ അറിയോ? ഞാൻ അള്ളാഹിനെ സ്നേഹിക്കണം. ഐ ലവ് അള്ളാഹ് സ്റ്റിക്കർ ഉണ്ട്, കാറിൽ, ഫോണിൽ, വീട്ടിലൊക്കെ സ്റ്റിക്കറാ. ഐ ലവ് അള്ളാഹ്. ഓനുള്ള പരീക്ഷണായത് ആയത്തുൽ ഫിത്ന എന്നാ പറഞ്ഞത്. ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇടക്കിടക്ക് പറയണമുള്ള ഫിത്നയാണ് എന്ത്? പരീക്ഷണായത്. എന്ത്? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റി. അപ്പം മുഹമ്മദ് നബിക്ക് നല്ലൊരു താടി ഉണ്ടായിരുന്നു. അപ്പം മനസ്സിലല്ല, ഹൃദയത്തിലല്ല താടി വരിക. അങ്ങനെ എക്കോ ചെയ്താൽ കാണൂല താടി മോത്ത വരിക. അപ്പം അങ്ങനത്തെ ഒരു താടി വരല എന്താണ്? അതൊക്കെ മുർസലിങ്ങൾ വിശ്വസിക്കില്ല. പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തുക, സഹായിക്കുക. മുഹമ്മദ് നബിനെ സഹായിക്കാൻ എന്താ സഹോദരങ്ങൾ? എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം സഹായിക്കാൻ? നമ്മളെന്ത് സഹായമാണ് നബിമാർക്ക് വേണ്ടത്? ഇവിടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകളെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ പരിഹസിക്കുന്നു. താടിനെ പരിഹസിക്കുന്നവരുണ്ട്. പല ഹദീസുകളെയും പരിഹസിക്കുന്ന ആളുകളോട്, അറിവില്ലായ്മ കൊണ്ട് പരിഹസിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ആ അറിവില്ലായ്മകൾക്ക് വെളിച്ചം നൽകിക്കൊണ്ട് അത് മാറ്റാൻ ഇവിടെ ഹദീസ് സെമിനാർ നടത്തുന്നത്. അല്ല ഇവിടെ സംഘടനക്ക് ആളുണ്ടാക്കാനുള്ള ഹദീസ് സെമിനാർ നടത്തുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പരിഹരിക്കപ്പെടുന്ന സുന്നത്തുകളുടെ സത്യാവസ്ഥ, ഇത് ആ പരിഹാസം പോകാൻ വേണ്ടി അറിവ് നൽകിക്കൊണ്ട് ആ ഒരു തിരിച്ചറിവുണ്ടാകാനുള്ളത്, അതിനെ ശക്തിപ്പെടുത്തുക. അല്ലാതെ വേറെന്ത് സഹായമാണ് ഇവിടെ അമ്പിയാക്കന്മാർക്ക് വേണ്ടത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രവാചകന്മാരുടെ ചര്യകളെ ജീവിതത്തിൽ കാണിച്ചുകൊണ്ട്, അത് പ്രബോധനം ചെയ്തുകൊണ്ട്, അത് വിളംബരം ചെയ്തുകൊണ്ട് ഈ പ്രവാചകന്മാർക്ക് ശക്തി നൽകുക. അപ്പോഴോ പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഉത്തമമായ കടം കൊടുക്കുക, അള്ളാഹിന്റെ മാർഗത്തിൽ സമ്പാദ്യം ചെലവഴിക്കുക. അതൊക്കെ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ്. എന്നാലോ പാപങ്ങൾ പുറത്തു തന്ന് ഏറ്റവും വിശാലമായ സ്വർഗ്ഗ പൂന്തോപ്പുകളിൽ അള്ളാഹു പ്രവേശിപ്പിക്കുന്നതാണ്. അതിനും വേണ്ടിയല്ല നമ്മൾ ഈ 10ഉം 70ഉം കൊല്ലം പ്രയാസപ്പെട്ട് ജീവിക്കുന്നത്. ഇതൊക്കെ അള്ളാഹ് തരും. പുറമെ ആ ജീവിക്കുമ്പം കിട്ടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഈ മതത്തിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലും ഉലൂഹിയത്തിൻ്റെ തണലിങ്ങനെ നിൽക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് 2 സ്വർഗമുണ്ട്. ഒന്നാമത്തെ സ്വർഗം ദുന്യാവ് തന്നെയാണ്. ഇവിടെ ഈ വിഭവങ്ങളുടെ ആധിക്യമല്ല സ്വർഗം എന്ന് പറഞ്ഞാൽ, സുഖം എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധികളിലും റബ്ബ് കൂടേണ്ടുന്ന മനസ്സിന്റെ ഒരു വലിയ വെളിച്ചം, അതാണ് അന്നൂർ. ഖുർആൻ നൽകുന്ന വെളിച്ചതാണ്. ഖുർആൻ പഠിക്കുമ്പോൾ കിട്ടുന്ന വെളിച്ചതാണ്. അള്ളാഹിന്റെ പാശമാണ്. അബ്ദുല്ലാഹിൽ മംദൂദ്, ആകാശ ലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇട്ട അള്ളാഹുവിന്റെ കയറാണ് വിശുദ്ധ ഖുർആൻ. അതിൽ എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും പരിശ്രമിച്ചാൽ അള്ളാഹു അവന്റെ വഴികളിലേക്ക് ഹിദായത്ത് നൽകും. അപ്പം അതൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ ഒരു മാർഗത്തിൽ നിന്ന് ഇത് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഈ ഒരു മാനസിക നിലവാരത്തിലേക്ക് നമ്മൾ വരണം. അറിവില്ലാത്തതുകൊണ്ടല്ല, ഒരു തർബിയത്തും ആ ഒരു ബോധം നമുക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ്. ഇതുണ്ടായാൽ ഞാൻ നേരത്തെ പറഞ്ഞു പോയ മുൻഗാമികളായ പണ്ഡിതന്മാരും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും ശുഹദാക്കളും സലഫുകളായ ഇമാമുകളൊക്കെ ജീവിതത്തിൽ ആസ്വദിച്ച വലിയൊരു ജീവിതത്തിൻ്റെ ഒരു ആസ്വാദനത്തിൻ്റെ തലമുണ്ട്. ഏത് പ്രതിസന്ധികളും ഒരു തണലായി നിൽക്കുന്ന ഈ മതം, അത് കിട്ടണമെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മളെ വിശ്വാസവും കർമ്മങ്ങൾ വരണം. വിശ്വാസം മലീമസമാക്കി, ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും മലീമസമാക്കി കർമ്മങ്ങളിൽ ഏത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള, അള്ളാഹുവിലെ ഇബാദത്ത് ചെയ്യാനുള്ള സൽക്കർമ്മങ്ങൾ, ഏത് അവസരങ്ങളും സൽക്കർമ്മങ്ങൾ കിട്ടുന്ന ഏത് അവസരങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നേറുക. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ, അള്ളാഹുവിൻ്റെ വിശാലമായ മഗ്ഫിറത്തിലേക്കും സ്വർഗത്തിലേക്കും. അപ്പം നമുക്ക് എന്തൊക്കെ ഇവിടെ സംഭവിച്ചാലും ഒരു കുലുക്കും ഉണ്ടാവില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് ഇതൊക്കെ ഒരു പരീക്ഷ, നമ്മൾ ജീവിക്കുന്നതിന് അപ്പുറത്ത് വേറെ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞ പോലെ ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു കക്കൂസിനെ എങ്ങനെ കാണാം? ആരെങ്കിലും കക്കൂസായിട്ട് നടക്കല്ലോ യാത്ര ചെയ്യുമ്പോൾ? ഒരു ആവശ്യം വരുമ്പോൾ അത് തരും, അത് കഴിഞ്ഞാൽ അത് മറക്കും. അത്രേ ഉള്ളൂ കക്കൂസിനെ പറ്റി, അത്രേ ഉള്ളൂ ദുന്യാവ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ രൂപത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സൽക്കർമ്മങ്ങളിൽ മുന്നേറി നാളെ അവൻ്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ
ഒരുമിച്ച് കൂടാൻ, വിചാരണയും ശിക്ഷയും കൂടാതെ ആ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.